1:30ക്കൊക്കെ നീച്ച് നമ്മൾ ചേച്ചിയുടെ പാലുകാച്ചലിന് പോകട്ടോ. അപ്പോൾ ഉത്രാടം ദിവസമായിരുന്നു പാലുകാച്ചൽ. അന്നൊന്ന് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ നീച്ചിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യത്തിൽ അതിൻ്റെതായ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഇത്രയും ദിവസം ഇല്ലാത്ത മഴ അന്നൊരു ദിവസം ഫുള്ളായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് എത്താൻ പറ്റിയത്. ചേച്ചിയുടെ വീട്ടിലെത്തി നമ്മൾ നേരെ കാണാൻ പോകുന്നത് അപ്പുറം തന്നെയാണ് വീട്. മഴ തീരെ അകത്തേക്ക് കടക്കാത്ത വിധത്തിൽ നല്ല കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് മുഴുവനായിട്ട്. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ പോയിട്ട് ഞാൻ കണ്ണാടിൻ്റെ മുന്നിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി. അങ്ങനെ പൂജ തുടങ്ങിയിട്ടോ. ഒരു ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുന്ന ഒരു പൂജയായിരുന്നു കേട്ടോ. ഗണപതി ഹോമൊക്കെ ആയിരുന്നു. അങ്ങനെ അതിഗംഭീരമായ പൂജയ്ക്ക് ശേഷം നല്ല 1-ാം തരം ഗണപതി ഹോമം പ്രസാദം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വേഗം കഴിച്ചു കിട്ടോ. അങ്ങനെ അന്നേ ദിവസം തന്നെ വീട്ടിൽ വെച്ച് ഒരു കാണിപ്പാട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വരവേൽക്കൽ കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പാല് കാച്ചലായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാല് കാച്ചൽ വലിയൊരു ചടങ്ങ് തന്നെയാണ്. അങ്ങനെ പാല് കാച്ചുമ്പോൾ നമ്മൾ ഗണപതി ഹോമം നടത്തിയ ഈ കണൽ വെച്ചിട്ട് അതിൽ നിന്നുള്ള കണലെടുത്തിട്ടാട്ടോ നമ്മൾ പാല് കാച്ചുക. അപ്പം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ ഈ പാല് കാച്ചലാണ്. അപ്പോൾ ഇങ്ങനത്തെ ചടങ്ങൊക്കെ നമ്മൾ ഇന്നാട്ടോ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞാൽ പിന്നെ ഗൃഹപ്രവേശനം കേട്ടോ. അങ്ങനെ വിളക്കും കിണ്ടിയും അതുപോലെ തന്നെ പാല് കാച്ചാനുള്ള പാലും അതൊക്കെ ആയിട്ട് 3 വട്ടം വീടിനെ വലം വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ ആ ഒരു പ്രവേശനം കൂടി കഴിഞ്ഞാൽ പിന്നെയുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാല് തിളച്ച് വരണ വരെ നോക്കിക്കുക എന്നുള്ളതാട്ടോ. സത്യം പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ. ഈ ഒരു ചടങ്ങാണല്ലോ ഇന്നത്തെ ദിവസത്തെ ഒരു ഹൈലൈറ്റ്. അത് കാണാൻ തന്നെ അടുക്കള നിറച്ച് എല്ലാവരും നോക്കിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു നോക്കി നിൽക്കല് വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കവേ നമ്മുടെ പാല് തിളച്ച് വീണ ചടങ്ങുകളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ആ ഒരു പാല് പ്രസാദം കേട്ടോ. അതിലേക്ക് നമ്മൾ മധുരം എന്തെങ്കിലും കൊടുക്കണം എന്നാണ് കേട്ടോ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ അതിലേക്ക് നമ്മൾ പായസം വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു നമ്മളോട് അവിടെ അന്നത്തെ ദിവസം പൂക്കളിടണമെന്ന്. പിന്നെ ഉത്രാട ദിവസം ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ പൂക്കളിടുന്ന തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു തിരക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാണിപ്പാട്ടിനുള്ള അമ്പലവും റെഡി ആയിട്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ കഴിക്കാൻ പോയി. ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും നല്ല ഉഴുന്നുവട ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ബാക്കി നാളെ.